വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യനിൽ രണ്ട് ഭാഗങ്ങളാണുള്ളത്, എ ആൻഡ് ബി. എ എന്ന ഭാഗം ആദ്യം നമുക്ക് നോക്കാം. ഇവിടെ കുറച്ച് പേരുടെ നെയിമും സ്കോറും നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ സ്കോറിൽ ഏറ്റവും ഹയസ്റ്റ് സ്കോർ ഏതാണ്, ഏറ്റവും ലോവസ്റ്റ് സ്കോർ ഏതാണ്, ഇതിൻ്റെ ഏവറേജ് സ്കോർ എത്രയാണ്. ഇത് മൂന്നാണ് ഫസ്റ്റ് പാർട്ടിൽ കണ്ടുപിടിക്കേണ്ടത്. സെക്കൻഡ് പാർട്ടിൽ നമുക്കൊരാളുടെ പേരും അഡ്രസ്സും തന്നിട്ടുണ്ട്. വിവിധ സെല്ലുകളിലായിട്ട് പേരും അഡ്രസ്സും തന്നിട്ടുണ്ട്. ഇതെല്ലാം ഒറ്റ സെല്ലിലേക്കായി കൊണ്ടുവരണം. പേരും അഡ്രസ്സും ഒറ്റ സെല്ലിലാക്കി കൊണ്ടുവരണം. ഇത് രണ്ടുമാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് അറിയേണ്ടത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് പാർട്ട് നമുക്ക് ആദ്യം നോക്കാം. ആദ്യം ലിബർ ഓഫീസ് കാൽക്ക് ഓപ്പൺ ചെയ്യുക. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ അതുപോലെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഹയസ്റ്റ് സ്കോർ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് MAX എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അത് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ഈക്വൽ ടു MAX ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ആ റേഞ്ച് കൊടുക്കുക. റേഞ്ച് എന്ന് പറഞ്ഞാൽ B2 മുതൽ H2 വരെ. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഏറ്റവും ഹയസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് 515 ആണ്. അതുപോലെ ലോവസ്റ്റ് സ്കോർ കണ്ടുപിടിക്കണം. ലോവസ്റ്റ് സ്കോർ കണ്ടുപിടിക്കാൻ വേണ്ടി ഈക്വൽ ടു MIN ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ആ റേഞ്ച് കൊടുക്കുക. റേഞ്ച് എന്ന് പറഞ്ഞാൽ B2 മുതൽ H2 വരെ. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. 150 ആണ് ഏറ്റവും ലോവസ്റ്റ് സ്കോർ. ഇനി ഏവറേജ് സ്കോർ കണ്ടുപിടിക്കണം. ഏവറേജ് സ്കോർ കണ്ടുപിടിക്കാൻ വേണ്ടി ഈക്വൽ ടു ഏവറേജ് ബ്രാക്കറ്റിൽ ആ റേഞ്ച് കൊടുക്കുക. B2:H2 308. ഇനി ഇതിൻ്റെ നേർക്ക് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം ഹയസ്റ്റ്, അതിനുശേഷം ലോവസ്റ്റ്, അതിനുശേഷം ഏവറേജ്. ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ടിൽ ഈ ഡീറ്റെയിൽസ് മുഴുവനും ഒരു സെല്ലിൽ കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് ഏത് സെല്ലിലാണോ കൊണ്ടുവരേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുള്ള ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് കോൺകാട്ട്നേറ്റ്. കോൺകാട്ട്നേറ്റ് ഏതൊക്കെ സെല്ലുകളാണ് അവിടെ ഒന്നിച്ച് കൊണ്ടുവരേണ്ടത് അതൊക്കെ കോമയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ കൊണ്ടുവരേണ്ടത് A9 ആണ്, കോമ. പിന്നെ കൊണ്ടുവരേണ്ടത് B9 ആണ്. അപ്പോൾ A9 B9 എന്ന് എഴുതുമ്പോൾ A9ൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് B9 വരിക. ഒരു സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കതിനിടയിൽ ഒരു സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ കോഡ്സ് കൊടുക്കുക. ഒരു സ്പേസ് കൊടുത്ത് കോഡ്സ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് കോമ. രണ്ടാമത്തെ സെല്ല് ദാറ്റ് ഈസ് B9, കോമ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്പേസ് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ കോഡ്സിൽ ഒരു സ്പേസ് കൊടുക്കുക, കോമ. ഇനി മൂന്നാമത്തെ സെല്ല് C9, വീണ്ടും കോമ കൊടുക്കുക. ഒരു സ്പേസ് നമ്മൾ എക്സ്ട്രാ കൊടുക്കുക, കോമ. D9, അവിടെയും കോമ കൊടുക്കുക. ഒരു സ്പേസ് കോഡ്സിൽ സ്പേസ് കൊടുക്കുക, കോമ. ലാസ്റ്റ് E9 കഴിഞ്ഞിട്ട് പിന്നെ സ്പേസിൻ്റെ ആവശ്യമില്ല. ഇത്രയും കൊടുത്താൽ മതി. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഓരോ സെല്ലിലും ടൈപ്പ് ചെയ്ത ഡാറ്റ ഓരോ സ്പേസ് ഇട്ടിട്ട് നമുക്ക് ഒരു സെല്ലിലായിട്ട് ഡിസ്പ്ലേ ചെയ്ത് തരും. നമുക്ക് നോക്കാം. എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇതിപ്പോൾ ഒറ്റ സെല്ലിലാണുള്ളത്. C എന്ന് പറയുന്ന ഒരു സെല്ലിലാണ് ഈ ഡീറ്റെയിൽസ് മുഴുവനും വന്നിരിക്കുന്നത്. ഓക്കെ, ഇത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.